ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ ഒരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ബാക്കി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. തേങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മാവിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എള്ളും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. നല്ല ചൂടുണ്ട്. ചൂടൊന്ന് കുറയട്ടെ. കുറച്ച് മാവെടുത്ത് ഓരോ ഉരുളയും ഇതേ വലിപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ. വളരെ ചെറിയ ഉരുളകളാക്കി ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇത് ചെയ്യുന്നതിലേക്കായിട്ട് നമുക്ക് ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ എന്താണെങ്കിലും എടുക്കാം. പുട്ടിൻ്റെ പൊടി എടുക്കണ്ട കേട്ടോ, തരിയുള്ള പുട്ടിൻ്റെ പൊടി എടുക്കണ്ട. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് നെയ്യാണ് ഒഴിക്കുന്നത്. ചെറിയ പാക്കറ്റാണ്. ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം.
തേങ്ങ അത്യാവശ്യം മൊരിഞ്ഞു വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കളർ മാറുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. ഇതിനെ മാറ്റി വയ്ക്കാം മുകളിലോട്ടൊക്കെ. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്, അതും മാറ്റി കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിരുന്ന ഓരോ ഉരുളകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ അതിൻ്റെ പാലാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാട് നേരം ഇത് അടച്ചു വെക്കരുത്, ഇത് തിളച്ചങ്ങ് പൊങ്ങിക്കളയും. ഇനി നമുക്കിത് അടപ്പ് മാറ്റിയിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ.